ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചു നടത്തിയത് ബിബ്ലിക്കൽ ക്രൈസിസ് കൗൺസിലിംഗ് വേദപുസ്തക അടിസ്ഥാനത്തിലാണ് അല്ലെ. അതിന്റെ തത്വങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതില് പ്രധാനമായിട്ട് 5 പോയിന്റാണ് നമ്മൾ പഠിച്ചത്. ബൈബിളിലെ ക്രൈസിസ് കൗൺസിലിംഗിന്റെ അടിസ്ഥാന തത്വങ്ങൾ: 1, സ്നേഹത്തോടെ കേൾക്കുക; 2, പ്രത്യാശ നൽകുക; 3, പ്രാർത്ഥന; 4, ദൈവവചന ധ്യാനം അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ഉപയോഗം, പ്രായോഗികത അല്ലെങ്കിൽ പ്രയോഗിക്കുക; 5, സഹായത്തിനും സമൂഹ പിന്തുണയ്ക്കും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ തുടർമാനമായിട്ടാണ് പഠിക്കുന്നത് ബൈബിളിലെ ക്രൈസിസ് കൗൺസിലിംഗിന്റെ ചില ഉദാഹരണങ്ങളാണ്. ഓക്കെ, ബിബ്ലിക്കൽ ക്രൈസിസ് കൗൺസിലിംഗ് ഇൻ ബിബ്ലിക്കൽ എക്സാമ്പിൾസ്. ബൈബിളിലെ ക്രൈസിസ് കൗൺസിലിംഗിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഇതില് പ്രധാനമായിട്ട് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈസിസ് കൗൺസിലിംഗ് നമ്മൾ നോക്കുമ്പോൾ, ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന് നല്ലൊരു ഉദാഹരണം. കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് റോൾ മോഡല്. ദുഃഖിതരെയും രോഗികളെയും നിരാശരെയും കരുണയോടെ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് യേശു ക്രിസ്തു അല്ലെ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു, ഇടയനില്ലാത്ത ആൾക്കാരെ പോലെ കണ്ടപ്പോൾ ചിരിയവരും ചിതറിയായിട്ട് കണ്ടതുകൊണ്ട് യേശു മനസ്സലിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ യേശു ആത്മീയമായിട്ടുള്ള ഭക്ഷണം മാത്രമല്ല, ഭൗതികമായിട്ടും അവരെ സന്തുഷ്ടവരാക്കി അല്ലെങ്കിൽ സംതൃപ്തി നൽകിയെന്ന് കാണാനായിട്ട് കഴിയുന്നു. അതിനൊരു ഉദാഹരണമാണ് ഗിരിപ്രഭാഷണ സന്ദേശം അല്ലെ, പർവ്വത പ്രസംഗം. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പോ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു റോൾ മോഡലാണ്. ക്രൈസിസ് കൗൺസിലിംഗ് ഏത് വിധത്തിൽ എങ്ങനെ ആ വ്യക്തിയോട് ഇടപെടണമെന്നും എപ്രകാരമായിരിക്കണമെന്നുള്ള ഒരു ഉത്തമമായിട്ടുള്ള മാതൃക യേശു ക്രിസ്തു കാണിച്ചു തരികയാണ്. ഓക്കെ, വീണ്ടും നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്രൈസിസ് കൗൺസിലിനോട് ബന്ധത്തിൽ പിന്നെ തുടർമാനം പഠിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ മറ്റ് ചില വ്യക്തികൾ ക്രൈസിസിലൂടെ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ, കഷ്ടതയിലൂടെ എങ്ങനെയാണ് അവർ അതിജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് പഴയ നിയമപുസ്തകത്തിൽ ഇയ്യോബിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇയ്യോബ്. അപ്പോൾ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നല്ലൊരു ധനികനായ ഒരു വ്യക്തിയാണ് അല്ലെ. ചില വാക്യങ്ങളൊന്ന് വായിക്കാമോ? അപ്പോ ക്രൈസിസ് കൗൺസിലിംഗിന്റെ ബിബ്ലിക്കൽ അടിസ്ഥാനത്തിലുള്ള ചില ഉദാഹരണങ്ങൾ ബൈബിൾ വീക്ഷണത്തിലൂടെ നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോ ഒന്നാമതായിട്ട് ഇയ്യോബിന്റെ പുസ്തകമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആ ഭാഗം ഒന്ന് എല്ലാവരും ഒന്ന് എടുത്തു വെച്ചേക്കുക. ചില ഭാഗങ്ങളായിരിക്കും നമ്മൾ അതിൽ നിന്ന് ക്രൈസിസ് കൗൺസിലിംഗ് അല്ലെ ക്രൈസിസുമായിട്ട് ഒരു വ്യക്തിയുടെ ക്രൈസിസിൽ എപ്രകാരം ക്രൈസിസിനെ അതിജീവിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബ് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അവിടെ ഒന്ന് വായിക്കാമോ ചില 1-2 വാക്യങ്ങൾ? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ഊശദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏക്കർ കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഓക്കെ,
അപ്പോ ഈ സംഭവം നമുക്ക് വളരെ വ്യക്തമായിട്ട് ദേവദാസന്മാരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഒക്കെ കൂടുതലും. അപ്പോൾ ഇതിൽ നിന്ന് പ്രസംഗിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രൈസിസ്, പ്രശ്നം എന്തുമാത്രമാണ് ഒരു മനുഷ്യ അല്ലെങ്കിൽ ഒരു പുരുഷായുസ്സിൽ ഒരു വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള പ്രതിസന്ധിയാണ് യോബിന്റെ ജീവിതത്തിൽ വന്നത്, അല്ലേ? അപ്പോ കഷ്ടതയെക്കുറിച്ച് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രസംഗിക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് പറയാതെ ആരും പോകത്തില്ല, അല്ലേ? അവിടെ വായിക്കുന്നു, തന്റെ പശ്ചാത്തലമാണ് ആദ്യമായിട്ട് നമ്മൾ വായിച്ചു കേട്ടത്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അപ്പോ 4 ക്വാളിറ്റീസ് ആണ് അവിടെ പറയുന്നത്. ഒന്ന്, താൻ ഒരു ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു. 2, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവനായിരുന്നു. അടുത്ത് പറയുന്നത് തന്റെ അനുഗ്രഹങ്ങളാണ്. കുടുംബ ജീവിതത്തിൽ 7 പുത്രന്മാരും 3 പുത്രിമാരും, അങ്ങനെ 10 കുഞ്ഞുങ്ങൾ ഇയ്യോബിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്റെ സ്റ്റാറ്റസ്, സമ്പത്ത് അവിടെ പറയുകയാണ്. 7000 ആട്, 3000 ഒട്ടകം, 500 ഏറുകാളയും 500 പെൺകഴുതിയുമായി മൃഗസമ്പത്ത് ഏറ്റവും വളരെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെ? അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്ന ഈ അവിടെ നാം വായിച്ചു വരുമ്പോൾ ഓരോ വർഷവും, അല്ലെങ്കിൽ അതിന്റെ 4-ാമത്തെ അധ്യായം, അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ ഇരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രതിസന്ധി തന്റെ ജീവിതത്തിൽ ഒന്നൊന്നായിട്ട് വരുന്നത്, അല്ലേ? അപ്പോ ഈ മൃഗസമ്പത്തെല്ലാം അവിടെ ഇവിടങ്ങളിലായിട്ട് ഓരോന്നോരോന്നായിട്ട് അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതിന്റെ 6-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന്. ഓക്കെ, അപ്പോ യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ദാസനായ, വേഴ്സ് 8, 8-ാമത്തെ വാക്യമാണ്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചു. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. കണ്ടോ? അപ്പോ സാക്ഷാൽ യഹോവയായ ദൈവമാണ് ഇയ്യോബ് എന്ന വ്യക്തിയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വരുന്നതിന്റെ കാരണം, ദൈവഭക്തിയുള്ള ഒരു വ്യക്തിക്കും കഷ്ടത വരാം, അല്ലെ? നിഷ്കളങ്കമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും, നേരുള്ളവനും കഷ്ടത വരുവാണെങ്കിൽ, അപ്പോ അഭക്തരുടെയും ദുഷ്ടന്മാരുടെയും അവസ്ഥ എന്തായിരിക്കും, അല്ലെ? നമ്മൾ ചിന്തിക്കുമോ, ദൈവഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് എനിക്ക് കഷ്ടത കൂടിയത്. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ചർച്ചില് ചിലപ്പോഴൊക്കെ ഒരു കുടുംബം വരും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്തോ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഇച്ചിരി മൂർധന്യ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ പൂജകളും മറ്റു തന്ത്രങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു, അവിടെ അവരുടെ ബന്ധുക്കളായ വ്യക്തികൾ ഞങ്ങളുടെ ചർച്ചിൽ ആരാധിക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് ഒരു അസ്വസ്ഥത വന്നിട്ട് ഇവരുടെ കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് ഇവരുടെ ബന്ധുക്കളായി നമ്മുടെ ചർച്ചിൽ വന്ന് അവർ പറഞ്ഞു, ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം വിടുതൽ തരും. പക്ഷെ ഇവര് മറ്റുള്ളവർക്ക് വേണ്ടി പൂജ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് പ്രാർത്ഥിക്കാൻ. പക്ഷെ മനസ്സില്ലാ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാനും വേറൊരു ദേവദാസനും ഒക്കെ പോയി വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കൊടുത്തു. പക്ഷെ ഇച്ചിരി ദൈവം സൗഖ്യം കൊടുത്തു. പക്ഷെ നമ്മൾ ചർച്ചിലൊന്നും വിളിച്ചിട്ടില്ല വരാനായിട്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ വരാൻ തുടങ്ങി. അപ്പൊ പൂർണ്ണമായിട്ട് വിടുതൽ ദൈവം കൊടുത്തു. പിന്നെ വീണ്ടും വരാതെ അവരുടെ പഴയ ആ രീതിയിലേക്ക് പോകാനായിട്ട് വീണ്ടും കുറെ നാൾ കഴിഞ്ഞ് വരും. പക്ഷെ നമ്മളങ്ങനെ ഒരു പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെ അറിയത്തില്ലല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലെ? അപ്പോ ഇപ്പോ ചില നാളുകൾ കൊണ്ട് വരുന്നില്ല. അപ്പോ പറയുന്നതാണ്, ചർച്ചിൽ വരാൻ തുടങ്ങിയപ്പോൾ മുതലാണ്
എനിക്ക് കഷ്ടത കൂടുന്നത്. ഉം. എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശരിയാണ്, അത് സൗഖ്യമായി. പക്ഷേ ഒന്ന് മാറുമ്പോൾ മറ്റൊരു വിഷയം. ഞാൻ വരാതിരിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോ ഇതിന് പിന്നിലുള്ള ആ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ അവർക്ക് എന്താണെന്ന് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ വീണ്ടും നമുക്ക് അധികമായിട്ട് അവരോട് അവരുടെ ആ തെറ്റിദ്ധാരണ മാറാനായിട്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ ഇവിടെ വായിക്കുന്നു, ഇയ്യോബിനെ പോലെ ദൈവഭക്തൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ. പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ, സത്യസന്ധൻ, അല്ലെ? കളങ്കമില്ലാത്തവൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ. ഭൂമിയിൽ ആരുമില്ലെന്ന് സാക്ഷാൽ ദൈവമാണ്, യഹോവയായ ദൈവമാണ് സാത്താനോട് പറയുന്നത്. അപ്പോ സാത്താൻ ഒരു കാര്യമുണ്ട്, എന്താ? ഇയ്യോബിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് സാത്താൻ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. സാത്താൻ അപ്പോഴാണോ സാത്താൻ മനസ്സിലായത്, വെറുതെയാണോ ആ, ഇയ്യോബ് ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നീയും അവനും അവന്റെ വീട്ടിനും അവനുള്ളതൊക്കെയും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. ഓക്കെ. അവന്റെ മൃഗസമ്പത്തൊക്കെയും പെരുകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ സാത്താൻ ദൃഷ്ടി വച്ചു എന്നുള്ളതാണ് വാസ്തവം, അല്ലേ? അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ പ്രശ്നങ്ങളും എന്തുവാ, നമ്മുടേതായിട്ടുള്ള രോഗാവസ്ഥകളിലോ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തോ നിന്നും ഉണ്ടാകുന്നതല്ല. ചില പ്രയാസങ്ങൾ സാധാന്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് വരുന്ന ഘടകങ്ങളായിരിക്കാം, അല്ലെ? ചിലപ്പോ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനാണെങ്കിലും സാത്താൻ ബാധിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അപ്പോൾ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു, ഇയ്യോബിന്റെ ഭവനത്തെയോ അല്ലെങ്കിൽ മൃഗസമ്പത്തിനെയൊക്കെ തൊടാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയാത്ത വന്നത് കൊണ്ടാണ് സാത്താൻ പറയുന്നത്, വെറുതെയാണോ അവൻ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവന് ചുറ്റുമുള്ളത് അവന്റെ സകലത്തിന് നീ എന്ത് ചെയ്തിരിക്കുകയാണ്? വേലിയായിട്ട് സൂചിച്ചിരിക്കുകയാണ്. അപ്പോ കർത്താവ് പറയുകയാണ്, യഹോവ ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യാ? എന്നിട്ട് തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് സാത്താൻ പറഞ്ഞു. എന്നാൽ ദൈവം സാത്താനോട്, ഇതാ 12-ാമത്തെ വാക്യം, അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കൈയേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ടു പോയി, ആ ലൈസൻസുമായിട്ട് കടന്നുപോയി. പിന്നെ ഓരോ കാര്യങ്ങൾ അവിടെ 13-ാമത്തെ വാക്യം മുതൽ കാണുന്നു. തന്റെ മൃഗസമ്പത്ത് കൂട്ടത്തോടുകൂടി ചത്തൊടുങ്ങുന്നു. അവസാനം 10 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. തന്റെ ശരീരം വ്രണങ്ങളാൽ നിറയപ്പെടുന്നു. തനിക്കൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് പോലും ആരുമില്ല. എന്തിനേറെ പറയുന്നു, അവസാനം തന്റെ ഭാര്യ പോലും വന്ന് തന്നോട് എന്ത് പറയുന്നു? നീ ഇനിയും ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണോ? നീ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് മരിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്റെ ജീവിത പങ്കാളി തന്നോട് പറയുക. അത്രയും പ്രതിസന്ധി, അല്ലേ? ഒരു വ്യക്തി, ഒരു ഭക്തനായ വ്യക്തി കടന്നു പോവുകയാണ്. ദൈവം സാക്ഷാൽ സാക്ഷി പറയപ്പെട്ട ഒരു വ്യക്തി അത്രയും ശോധനയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ നാം ചിന്തിക്കേണ്ടി. അപ്പോ അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ക്രൈസിസ് അല്ലെങ്കിൽ പ്രതിസന്ധി ജീവിതത്തിന്റെ ഭാഗമാണ്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയതുപോലെ ദൈവവചനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള പ്രാർത്ഥന, ദൈവവചന ധ്യാനം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതം. ദൈവം ഓരോ പരീക്ഷണത്തിൽ സഹിക്കാനുള്ള ശക്തിയും രക്ഷപ്പെടാനുള്ള വഴിയും നൽകുന്നു. അതെ അതെ, പരീക്ഷകളൊക്കെ സഹിപ്പാനായിട്ടുള്ള കൃപ ദൈവം തരും, അല്ലേ? അതാ നമ്മൾ ഇയ്യോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് 1:12, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലെ? അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ള ജീവകിരീടം പ്രാപിക്കുക. അതെ. അപ്പോ ശോധന അല്ലെങ്കിൽ ക്രൈസിസ് ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലേ? ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് സംശയമാണല്ലേ. കർത്താവ് എനിക്ക് ഇച്ചിരി കഷ്ടത തരേണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനും പ്രാർത്ഥിക്കും, കർത്താവെ അനുഗ്രഹിക്കണേ, കുഞ്ഞിനെ അനുഗ്രഹിക്കണേ, ഭാര്യയെ അനുഗ്രഹിക്കണേ, സഭയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഇച്ചിരി കഷ്ടത തരണേ, ഒന്ന് രുചിച്ചറിയാൻ പറ്റണമെന്ന് അറിഞ്ഞുകൊണ്ട് ആരും പ്രാർത്ഥിക്കത്തില്ല, അല്ലേ? അതിന് ആഗ്രഹമില്ല. പക്ഷെ നമ്മൾ പാടും, പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഞാൻ പരിഹാരം ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ പാടും, എന്തിനൊന്നും ചോദിക്കത്തില്ലെന്നൊക്കെ പാടും, അല്ലേ? അതൊക്കെ വെറുതെയാ.
പക്ഷെ പരീക്ഷ വന്നു നോക്കണം, ഇത് എവിടെ കൂടെ ഓടുന്നെന്ന് നമുക്ക് പോലും അറിയത്തില്ലായിരിക്കും അല്ലെ. ക്രൈസിസ് ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്ത കറക്റ്റാ, പക്ഷേ അതിൻ്റെതായ രീതിയിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ ഈ ക്രൈസിസ്, ഒരു കഷ്ടത വന്നാലും അതിനെ അതിജീവിക്കാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇയ്യോബ് അതിന്റെ ഒരു ഉദാഹരണമാണ്. എന്ത് ചെയ്തു? തന്റെ ഭാര്യ പോലും ആ ഭക്തിയെ തിരിച്ചു പറഞ്ഞിട്ട് മരിക്കാനായിട്ട് പറയുകയാണ് അല്ലെ. അത്രയും നിസ്സഹായ അവസ്ഥയിലായിരിക്കണം അല്ലെ. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവ് ഇത്രയും യാതന അനുഭവിക്കുന്നത് കണ്ടിട്ട് സഹിയില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ അല്ലെ. പല രീതിയിലും പലരും പല രീതിയിൽ അതിനെ വിവർത്തനം ഇന്റർപ്രറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലെ. പക്ഷെ ഇയ്യോബ് എന്താ മനസ്സിലാക്കിയത്? നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ, അത് തമിഴിൽ വായിക്കുമ്പോൾ നീ ഒരു പൈത്യക്കാരി എന്ന് പറഞ്ഞാൽ നീ ഒരു ഭ്രാന്തുള്ള വ്യക്തി സംസാരിക്കുന്നത് പോലെ, മാനസിക നില തെറ്റിയ വ്യക്തി സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കരുതെന്ന്. നാം ദൈവത്തിൽ നിന്നും നല്ലത് അനുഭവിച്ചു തീയതും അനുഭവിക്കേണ്ടതല്ലയോ എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത കണ്ടോ. എന്തുമാത്രം ഒരു മെന്റൽ ഹെൽത്ത് ഇയ്യോബിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, മാനസിക ആരോഗ്യം അല്ലെ. അതാണ് ഏറ്റവും ഒരു ഒരു കൗൺസിലറിന് വേണ്ടിയ സവിശേഷമായിട്ടുള്ള ഒരു ഘടകം, മാനസിക ആരോഗ്യമാണ്, മെന്റൽ ഹെൽത്ത്. അപ്പോ മനസ്സ് പതറരുത് അല്ലെ. ഏത് പ്രതിസന്ധി വന്നാലും മാനസികമായിട്ടുള്ള ഒരു ധൈര്യം, ഒരു ഉറപ്പ് വ്യക്തികൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോ ആ സംഭവം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നീട് എന്ത് ചെയ്തു? ഇങ്ങനെ നാളുകൾ കടന്നുപോയി. ഇയ്യോബ് ഇങ്ങനെ തന്റെ വാക്കുകൾ കൊണ്ട് പോലും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ദൈവത്തോട് അത്രമാത്രം ആ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവസാനം തന്റെ സ്നേഹിതന്മാർ വന്ന് തന്റെ സങ്കടം കാണാൻ വന്നിട്ട് എന്ത് ചെയ്തു? തന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവര് മൗനമായിട്ട് 3 ദിവസം ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഓക്കെ. പാസ്റ്റർ ജോൺ പാസ്റ്റർ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പലരും വീഡിയോ ഓൺ ചെയ്യാതിരിക്കുമ്പോൾ കറണ്ട് പോയിട്ടും എമർജൻസി കത്തിച്ച് വച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. താങ്ക് യു, നിങ്ങളെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. കറണ്ട് പോയായിരുന്നു. കറണ്ട് പോയത് മനസ്സിലായി. എനിവേ, അതാ നിങ്ങളാണ് യഥാർത്ഥമായി കപ്പിൾസ് അല്ലെ. പ്രതിസന്ധിയും അതിനെ ഓവർകം ചെയ്യുന്നു അല്ലേ. ഇരുട്ടത്തിരുന്ന് എന്നെ പേടിപ്പിക്കാതെ നിങ്ങളെ മുഖത്ത് വെച്ച് നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഫേസ് കാണിക്കാനായിട്ട് മനസ്സുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അപ്പൊ നമ്മൾ പഠിക്കുന്നതും പ്രാക്ടിക്കലായിട്ട് വരുന്നത് കാണുമ്പോൾ ഇതിന് സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫാസ്റ്റ് അനുഭവങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മുടെ ക്ലാസ് ഒക്കെ കഴിയാറായി. ഇനി മാക്സിമം ഒരു ക്ലാസ്സും കൂടെ അടുത്ത ചൊവ്വാഴ്ച കൂടെ ആകുമ്പോൾ ഈ സെഷൻ നമുക്ക് കഴിയും. അടുത്ത സെഷൻ മറ്റൊരു അധ്യാപകർ നമ്മൾ പഠിപ്പിക്കുമായിരിക്കും. ഓക്കെ. ഈ ക്രൈസിസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ദേവദാസന്മാർ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന ദേവദാസന്മാരുണ്ട്, നാട്ടിലൊക്കെ. ഓക്കെ ഓക്കെ, നമുക്ക് തുടരാം. അപ്പോ ഇയ്യോബ് തന്റെ വാക്കുകൾ കൊണ്ടുപോലും എന്ത് ചെയ്തില്ല? കർത്താവിനെ തള്ളിപ്പറയൊന്നും ചെയ്തില്ല എന്നുള്ളത്. അപ്പോ തന്റെ സ്നേഹിതന്മാർ വന്നിട്ട് എന്ത് ചെയ്തു? അവർ 3 ദിവസം അവർ മൗനമായിരുന്നു എന്നുള്ളത്. പക്ഷേ ആ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കഴിവ് ദൈവം കൊടുത്തു. പക്ഷെ ഇരട്ടിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവം തനിക്ക് നൽകി. നാം വായിച്ചു വരുമ്പോൾ ഏകദേശം 11,000 മൃഗസമ്പത്തുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ദൈവം ഇരട്ടിയായിട്ട് കൊടുത്തു. അപ്പോൾ എത്രയായി? 11 22,000 അല്ലേ. പിന്നെ മക്കളെ എത്ര കൊടുത്തു? 10 മക്കളെ കൊടുത്തല്ലേ. അതെന്തായിരിക്കും 10 മക്കളെ കൊടുത്ത് എന്താ ഇരട്ടി കൊടുക്കാന്? ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാവോ? മക്കളെ മാത്രം 10 കൊടുത്തുള്ളൂ വീണ്ടും. അതോ ജോളി ആന്റി പറഞ്ഞ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആശയമാണ്. അവർക്ക് 10 മക്കളെ പിന്നീട് മരുമക്കളായിട്ട് കിട്ടിയെന്ന്. ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, വേറെ ആരും എന്തോട്ടോ പറഞ്ഞല്ലോ, ഞാൻ കേട്ടില്ല. 10 മക്കൾ വോയിസ് ക്ലിയർ ആകുന്നില്ല. ഓക്കെ, ഞാൻ കേട്ടത് ഇങ്ങനെയാന്ന് തോന്നുന്നു. 10 മക്കൾ സ്വർഗത്തിലുണ്ടല്ലേ.
അങ്ങനെയാണോ? സുരേഷ് പാസാന്നോ പറഞ്ഞേ? സുരേഷ് കുമാർ. ഓക്കെ. മൃഗങ്ങളൊക്കെ ചത്തുപോയി അല്ലേ? പക്ഷെ മക്കൾ മരിച്ചതാണ് അല്ലേ? അവര് തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അവര് 10 പേര് യോബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് 20 മക്കളെന്നേ പറയും അല്ലെ? മക്കൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 എന്ന് പറയും. 10 ദൈവത്തിന്റെ അടുക്കലുണ്ട്, 10 എന്റെ അടുക്കലുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. ജോളി ആന്റി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചു, ചിലപ്പോൾ എന്താ ദൈവം അങ്ങനെ ചെയ്തേ, 10 മക്കളെ അല്ലേ കൊടുത്തുള്ളൂ. പക്ഷെ ദേവദാസന്മാർ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ ഒരു ആശയം അല്ലേ? 10 ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 20 മക്കളുണ്ട്, 10 പേര് ദൈവത്തിന്റെ അടുക്കലുണ്ട്, 10 പേര് എന്റെ അടുക്കലുണ്ട് അല്ലേ? അപ്പൊ എല്ലാത്തിനും സകലത്തിനും ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു എന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം എന്ന് പറയുന്നത് ക്രൈസിസ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്രൈസിസിനെ അതിജീവിക്കാനായിട്ട് അത്രയും ദൈവഭക്തരും നിഷ്കളങ്കരും ദോഷം വിട്ടകലുന്നവരുമായിട്ട് ജീവിച്ചിട്ട് പോലും ക്രൈസിസ് ഭയങ്കര രീതിയിൽ തനിക്ക് സംഭവിക്കാനായിട്ടിടയായി. ആ പ്രതിസന്ധിയിൽ താൻ പിടിച്ചു നിന്നതുകൊണ്ട് അതിൽ നിന്ന് വിജയം കൈവരിക്കുവാനായിട്ട് ഇയ്യോബിന് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം. ഓക്കെ. അടുത്ത മറ്റൊരു ഓക്കെ. ഇയ്യോബ് ഓക്കെ തന്റെ വലിയ കഷ്ടതയിൽ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ് ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ. ക്രൈസിസിനെ ഓവർകം ചെയ്ത ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ തന്റെ വലിയ കഷ്ടതയിൽ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളത്. അടുത്തൊരു കഥാപാത്രമാണ് ഏലിയാവ് അല്ലെ? എലൈജ. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19, 1 രാജാക്കന്മാർ 19-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആ സംഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രതിസന്ധിയിലൂടെയും കഷ്ടതയിലൂടെയും വേദനയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ആശ്വാസം പകരാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുക്കൽ പോകുമ്പോൾ നമുക്ക് ദൈവവചനം പറയാനായിട്ട് പറ്റുന്ന വേദഭാഗങ്ങളാണ്. ഓക്കെ. ഇത് അപ്പോൾ തന്നെ നമുക്ക് വലിയ മെസ്സേജുകളായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പ്രസംഗിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദേവദാസന്മാർക്കൊക്കെ എല്ലാവർക്കും ഇതിൽ ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഫസ്റ്റ് 1 രാജാക്കന്മാർ 19-ാം അധ്യായമാണ്. അവിടെ ഓക്കെ അവിടെ ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരിൽ വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേൽ എന്ന വ്യക്തിയോട് പറഞ്ഞു, സ്ത്രീയോട് പറഞ്ഞു അല്ലേ? ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. കണ്ടോ, ഏലിയാവ് ആരായിരുന്നു? ഏലിയാവ് ഇസ്രായേൽ ചരിത്രം തന്നെ പഠിക്കുമ്പോൾ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള വലിയ പ്രവാചകനാണ് അല്ലേ? തന്റെ പ്രാർത്ഥനയിലൂടെ ആകാശത്തുനിന്ന് തീയിറക്കി അത്രയും മാത്രം ശക്തിവക്തായ അല്ലെങ്കിൽ പവർഫുള്ളായ ഒരു വ്യക്തിയായിരുന്നു. മഴ പെയ്യാനായിട്ടൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ലിറ്ററലി അത്ഭുതങ്ങൾ തന്റെ പ്രാർത്ഥനയിലൂടെ സംഭവിക്കാനായിട്ടിടയായി. ഇവിടെ വായിക്കുന്നു, അവൻ സകല പ്രവാചകൻ വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെ ഈ ആഹാബ് പറഞ്ഞിട്ട് ഇസബേൽ എന്ന സ്ത്രീയോട് പറഞ്ഞു. ഇസബേൽ പറയുകയാണ്, നാളെ ഈ നേരത്ത് നിന്റെ തലയിൽ ഈ ഇവരിൽ ഒരാളെ പോലെ തീരുമെന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? ഏലിയാവ് ഭയപ്പെട്ടു. എന്നിട്ട് എന്താ ചെയ്തേ? അവിടെ 19 അധ്യായം വായിക്കണം. ഇനി മതി കർത്താവേ, എന്റെ ജീവൻ എന്നെ എടുക്കണേ എന്ന് പറഞ്ഞല്ലേ? അപ്പോ എന്ത് ചെയ്തു? അവിടെ 4-ാമത്തെ വാക്യം തോന്നുന്നു, വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നൊരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. ഓക്കെ. അപ്പോ ദൈവിക വാഗ്ദത്തമുള്ള ഒരു വ്യക്തി ഏതു തന്നെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ഇനി സ്വയം നശിക്കാൻ ശ്രമിച്ചാൽ പോലും എന്ത് ചെയ്യത്തില്ല?
ആ വ്യക്തി മരിക്കത്തില്ല എന്നുള്ളത്. അപ്പോ ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കാത്തതിന് നമ്മൾ നന്ദി പറയണം, അല്ലേ? നമ്മൾ ചിലപ്പോഴെങ്കിലും മനസ്സിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, അല്ലേ, കർത്താവ് ഇതിനെക്കാളും മരിച്ചെങ്കിൽ മതിയായിരുന്നു, ഇതൊന്നും കാണേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നല്ലോ എന്നല്ലേ? പക്ഷെ ആ പ്രാർത്ഥന ദൈവം ഉടനെ കേട്ടിരുന്നെങ്കിലോ നമുക്ക് ഈ ക്രൈസിസ് കൗൺസിൽ ക്ലാസ്സിന് കാണത്തില്ലായിരുന്നു നമ്മളാരും. ഓക്കെ, അതാ. അപ്പോ ഏലിയാവും പ്രാർത്ഥിച്ചു, അല്ലെ? അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, അല്ലെ? മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഉള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും. ചിന്തിച്ചില്ലെങ്കിൽ മനുഷ്യനല്ലേ, അല്ലേ? ചിന്തിക്കാനായിട്ടുള്ള കഴിവും ഒക്കെ കൊടുത്തിരിക്കുന്ന ദൈവം കൊടുത്തിരിക്കുന്ന മനുഷ്യനാണ്, അല്ലെ? മനുഷ്യർക്കാണ് ദൈവം കൊടുത്തത്. ഓക്കെ. ഓ, ഏലിയാവ് അങ്ങനെ മരിക്കാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടില്ല. പിന്നെ എന്ത് ചെയ്തു? ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്ന് അവനെ തട്ടി ഉണർത്തിട്ട് എഴുന്നേറ്റ് തിന്നുക. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്ന് കുടിച്ച് പിന്നെയും കിടന്നുറങ്ങിയവിടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. കണ്ടോ? അപ്പോൾ മരിക്കാനായിട്ട് ആഗ്രഹിച്ച ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം പോയി, അല്ലേ? താൻ കഴിഞ്ഞ ദിവസം പോലും ദൈവത്തിന് വേണ്ടി എന്തുമാത്രം തീവ്രതയോടുകൂടെ ചെയ്തു എന്നുള്ള കാര്യം താനങ്ങ് മറന്നു പോവുകയാണ്, അല്ലേ? ഇതുപോലെയാണ് പല സന്ദർഭങ്ങളിലും ഒക്കെ നമ്മുടെ ശക്തി നമ്മൾ തന്നെ ചിലപ്പോൾ മറന്നു പോകും, അല്ലേ? ചിലപ്പോൾ പ്രാർത്ഥനകൾ കൊണ്ട് പല രോഗങ്ങൾ വിട്ടുമാറിയിട്ടുണ്ടാകാം, പല ഭൂതഗ്രസ്തരൊക്കെ ഓടിയിട്ടുണ്ടാകാം, അല്ലെ? സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമുക്കൊരു അസ്വസ്ഥ വരുമ്പോൾ മനസ്സോടെ പ്രാർത്ഥിക്കാനോ ഉള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, അല്ലെ? അത് അപ്പോൾ ഏലിയാവ് അത്തരത്തിൽ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥയിൽ, ഒരു ഹെൽപ്ലെസ്നെസ് താൻ ഫീൽ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഏലിയാവ് നിരാശയിലായപ്പോൾ ദൈവം വിശ്രമവും ഭക്ഷണവും പ്രോത്സാഹനവും നൽകി എന്നുള്ളതാണ്. അപ്പോ ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തി പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ തളർത്തി വിടാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ഏലിയാവിന്റെ ചരിത്രം അതാണ് നമ്മെ വ്യക്തമാക്കുന്നത്. നിരാശയിലായപ്പോൾ ദൈവം തനിക്ക് വിശ്രമവും കൊടുത്തു, ഭക്ഷണവും പ്രോത്സാഹനവും നൽകി അതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. നിങ്ങൾ ആ 19-ാം അധ്യായം 1 രാജാക്കന്മാർ, ഫസ്റ്റ് കിങ് ചാപ്റ്റർ 19 ഭവനങ്ങളിലിരുന്ന് വായിക്കുകയും അത് നിങ്ങൾക്ക് തന്നെ ആ നോട്ട് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോ പ്രതിസന്ധികൾ നമ്മെ കൈവിടാതെ താങ്ങുകയും നമുക്ക് പ്രോത്സാഹനവും നൽകുന്ന ഒരേ ഒരു വ്യക്തിയുള്ളത് നമ്മുടെ ദൈവമാണ്, അല്ലെ? അതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ വായിച്ചത്. ദൈവം നമ്മുടെ സങ്കേതമുമ്പിലും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്, അല്ലെ? ഏതൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മെ സഹായിക്കാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ അടുക്കൽ വരാനായിട്ട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇച്ചിരൂടെ അടുക്കലേക്ക് വരാനായിട്ട് നമ്മുടെ മക്കൾക്ക് കഴിയും, അല്ലെ? അതിനേക്കാൾ ഇച്ചിരൂടെ അടുത്ത് വരാനായിട്ട് നമ്മുടെ ജീവിത പങ്കാളിക്ക് കഴിയും. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മോട് അടുത്ത് നിൽപ്പാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമുള്ളൂ. അത് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ദൈവമാണ്, അല്ലെ? ക്രൈസിസിലൂടെ നമ്മെ കടത്തിവിട്ടാലും അതിലൂടെ പരിഹാരം നമുക്ക് ദൈവം ഒരുക്കി തരുമെന്നുള്ളതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകി തരുമെന്നുള്ളതാണ് ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത് ദാവീദാണ്, ഡേവിഡ്. അപ്പോ 150 സങ്കീർത്തനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്, അല്ലെ? അതിൽ പകുതിയോളം സങ്കീർത്തനങ്ങൾ ദാവീദ് തന്റെ രാജാവായിരിക്കുമ്പോഴും ഇടയനായിരിക്കുമ്പോഴും തന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളെ പ്രാർത്ഥനയായിട്ടും കൃതജ്ഞതയായിട്ടും നന്ദിയായിട്ടും സ്തോത്രമായിട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്. മറ്റു പുസ്തകങ്ങളെക്കാൾ അപേക്ഷിച്ച് സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നും, അല്ലേ, വായിക്കുമ്പോൾ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം തന്നെയാണ്. ഓക്കെ. അപ്പോ ദാവീദ് സങ്കീർത്തനങ്ങൾ പലപ്പോഴും പഠിക്കുമ്പോൾ ഓരോ സങ്കീർത്തനും ഓരോ പശ്ചാത്തലമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലേ? അപ്പോ അതെല്ലാം തന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ പ്രതിസന്ധികളെ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും യാചനയിലൂടെയും ദൈവത്തോട് പറയുന്നതും അതിലൂടെ തനിക്ക് ലഭിച്ച പരിഹാരത്തിന് വേണ്ടിയിട്ട് ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്ന ഭാഗമാണ്.
പല സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കംപ്ലൈന്റ് ചെയ്യാണ്, അല്ലേ? കംപ്ലൈന്റ്, കർത്താവ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ദൈവത്തോട് പറയുന്നു. ഒരു പച്ചയായ മനുഷ്യന്റെ യാഥാർത്ഥ്യ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് വരുന്ന ആ ഒരു വാക്കുകളാണ്. പക്ഷേ താൻ തിരിഞ്ഞ് വീണ്ടും ദൈവത്തോട് നന്ദി പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ ദാവീദും തന്റെ പ്രതിസന്ധികൾ താൻ ഒരുങ്ങാതെ ഉറച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞു. ദാവീദ് തന്റെ പ്രതിസന്ധികളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആശ്വാസം കണ്ടെത്തി എന്നാണ് ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. തന്റെ പ്രതിസന്ധികളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആശ്വാസം കണ്ടെത്തി. അതിന് ഉദാഹരണങ്ങളാണ് സങ്കീർത്തനങ്ങൾ. ഓക്കെ. അപ്പോ ഇയ്യോബ് തന്റെ വലിയ കഷ്ടതയിൽ ദൈവത്തിൽ എന്ത് ചെയ്തു? ആശ്രയിച്ചു. ഇയ്യോബ് തന്റെ പ്രതിസന്ധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചു. ഏലിയാവ് നിരാശയിലായപ്പോൾ ഏലിയാവിന് ദൈവം വിശ്രമം നൽകി, അതോടൊപ്പം തന്നെ ഭക്ഷണവും പ്രോത്സാഹനവും നൽകി. ആ പ്രോത്സാഹനം കൊണ്ട് ആ താഴത്തെ 19-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഓക്കെ, അവിടെ വായിക്കുമ്പോൾ അവൻ അവിടെ അങ്ങനെ 19-ാമത്തെ അധ്യായം 19-ാമത്തെ വായിക്കും. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലിശായെ കണ്ടെത്തി. അവൻ 12 ഏറുകാളെ പൂട്ടി ഒഴിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ഒക്കെ. അപ്പോൾ വായിക്കുന്നു, താൻ തനിക്ക് വലിയൊരു ശുശ്രൂഷ ചെയ്യാനായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു ആഹാരത്തിന്റെ ബലം കൊണ്ട്. 8-ാമത്തെ വാക്യമാണ് ഫസ്റ്റ് കിങ് ചാപ്റ്റർ 19 വേഴ്സ് 8. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവ് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു എന്നുള്ളത്. അപ്പോ കണ്ടോ, ഒരു വ്യക്തി എത്രത്തോളം നിസ്സഹായ അവസ്ഥയിലായിരുന്നു എന്നുള്ളതും ദൈവത്തിന് ആ വ്യക്തിയെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം യഥാസമയം തനിക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം നൽകി, ആഹാരം നൽകി, പിന്തുണ നൽകി, പ്രോത്സാഹനം നൽകി, ധൈര്യപ്പെടുത്തിയത് കൊണ്ട് വീണ്ടും താൻ എഴുന്നേറ്റ് എന്ത് ചെയ്തു? യാത്ര ചെയ്യാനായിട്ടിടയായി എന്നുള്ളതാണ്. അപ്പോൾ പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് അത് പഠിച്ചു. എന്താണ് പ്രതിസന്ധികൾ? മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. ദൈവം പ്രതിസന്ധികളെ ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരമാക്കുന്നു എന്നും പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തിന്റെ സാന്നിധ്യവും ആശ്വാസവും ലഭ്യമാണെന്നാണ് ബൈബിളിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്, അല്ലേ? പ്രതിസന്ധികൾ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനാധാരമായിട്ടാണ് നമ്മൾ പല റെഫറൻസ് വായിച്ചു. 1 കൊരിന്ത്യർ 10:13 ദൈവം വിശ്വസ്തനാണ്, അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴി നിങ്ങൾക്ക് ഒരുക്കി തരുമെന്നുള്ളതാണ്. അപ്പോൾ ഏലിയാവ് തന്റെ പ്രതിസന്ധിയിൽ ദൈവത്തിൽ നിന്നുള്ള ധൈര്യം പ്രാപിച്ച് താൻ ആ ഒരു ധൈര്യത്തോടെ താൻ 30 രാവും 40 പകലും ഓടുവാനായിട്ട് ഇടയായി എന്നുള്ളത്. ദാവീദ് ദൈവത്തോട് തന്റെ പ്രതിസന്ധികളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു ജയം കണ്ടെത്തി, അല്ലെങ്കിൽ ആശ്വാസം കണ്ടെത്തി എന്ന് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ തുടങ്ങി നിരവധി ബൈബിൾ കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. യോസഫിന്റെ ജീവിതം നമുക്ക് നോക്കാം, അല്ലെ? യോസഫ് 17-ാമത്തെ വയസ്സിൽ താൻ തന്റെ അപ്പന്റെ അടുക്കലിരിക്കുകയാണ്. അടുക്കലിരിക്കുമ്പോൾ തന്റെ ഇഷ്ടപുത്രനായതുകൊണ്ട് തനിക്ക് എന്ത് ചെയ്തു? നല്ല നിലയങ്കിയൊക്കെ തയ്പ്പിച്ചു കൊടുത്തു. ഒരു ദിവസം എന്ത് ചെയ്തു? തന്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് എന്ത് ചെയ്തു? വനാന്തരത്തിലേക്ക് അയക്കുമ്പോൾ 2 സ്വപ്നം കണ്ടതിന്റെ ഒരു ദേഷ്യത്തിലും അപ്പൻ ഉടുപ്പ് തയ്പ്പിച്ചു കൊടുത്തതിന്റെ ദേഷ്യത്തിലൊക്കെ ഈ സഹോദരങ്ങൾ ഇരിക്കുമ്പോൾ, അല്ലേ, അവൻ ദൂരത്ത് നിന്ന് സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അവന്റെ ആഹാരമൊക്കെ മേടിച്ചു വെച്ചിട്ട് അവനെ ശരിക്ക് തല്ലി ഉപദ്രവിച്ച ശേഷം പൊട്ടക്കണത്തിലേക്ക് എടുത്തെറിയപ്പെടാനായിട്ടിടെ. അവിടെ തനിക്കുണ്ടായ അനുഭവങ്ങൾ, ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു, പോത്തിഫറിന്റെ ഭവനത്തിൽ കടന്നു വരുന്നു, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു, അവിടുന്ന് ഫറവോന്റെ പാനപാത്രവാഹനക്കാരുടെ പ്രമാണിയുമായിട്ടുള്ള 2 വ്യക്തികളെ അവിടെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരും നിമിത്തമാണല്ലേ?
ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു? യോസഫ് മന്ത്രിയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് കൊട്ടാരത്തിൽ വരികയാണ് അല്ലെ. അപ്പോൾ ഈ കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ പ്രതിസന്ധികൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ വേദപുസ്തക കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ നമുക്ക് തരുന്ന പാഠം എന്ന് പറയുന്നത്. അപ്പോ ഇത് കൂടാതെ നമുക്ക് വീണ്ടും ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഏറ്റവും നല്ല ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് അല്ലേ. അവൻ ദൈവസന്നിധിയിലിരിക്കെ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്മയുള്ളവനായി തീർന്നു. നമുക്ക് വേണ്ടി പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപിയായി അല്ലെ. പാപമൊഴിയ സകലത്തിലും താൻ പരീക്ഷിതനായി. ഓക്കെ, റൈറ്റ്. ഇനി ഓക്കെ, ക്രൈസിസ് കൗൺസിലറുടെ, അപ്പോ ഈ ക്രൈസിസ് ക്രിസ്തീയ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ബൈബിൾ അടിസ്ഥാന വീക്ഷണത്തിലാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ക്രൈസിസ് കൗൺസിലറുടെ ഗുണങ്ങൾ, ക്വാളിഫിക്കേഷൻ ഓഫ് ക്രൈസിസ് കൗൺസിലർ. ക്രൈസിസ് കൗൺസിലറുടെ ക്വാളിഫിക്കേഷൻ, ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ക്രൈസിസ് കൗൺസിലർ, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ശബ്ദം ഒടിവിളാണല്ലോ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ എന്നും ഇരിക്കുന്ന ഒരു സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഓക്കെ, നെറ്റ്വർക്ക് ഇതുവരെ കുഴപ്പമില്ല. ഓക്കെ, റൈറ്റ്. ഹലോ, ഓക്കെ, ആരെങ്കിലും എന്നോടാണോ ചോദിച്ചത്? ഓക്കെ, മൈക്ക് ഓണാണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോ ക്വാളിഫിക്കേഷൻ ഓഫ് ക്രൈസിസ് കൗൺസിലർ അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലറുടെ ഗുണങ്ങൾ, സവിശേഷതകൾ. ഒന്ന്, കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി, അത് ഏതൊരു കൗൺസിലിംഗ് ആണെങ്കിലും പ്രത്യേകിച്ച് ക്രൈസിസ് കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് കരുണയുള്ള വ്യക്തിയായിരിക്കണം. കരുണ. ക്രൈസിസ് കൗൺസിലിൽ ഉണ്ടായിരിക്കുന്നത് ഒന്നാമത്തെ യോഗ്യത കരുണയുള്ള വ്യക്തിയായിരിക്കണം. മത്തായി എഴുതിയ സുവിശേഷം മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 7 അവിടെ വായിക്കുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും അല്ലെ. അപ്പോ എന്താ കരുണ എന്ന വാക്കിന്റെ അർത്ഥം? കമ്പാഷൻ ആണോ? ഓക്കെ, ഇറ്റ് ഈസ് ഒരു രീതിയിൽ പറഞ്ഞാൽ കമ്പാഷൻ ആണ് അല്ലേ. പക്ഷെ മേഴ്സിഫുൾ അല്ലേ, മേഴ്സി. വീണ്ടും ഒരു വാക്യമുണ്ടല്ലേ, 103 സങ്കീർത്തനം തോന്നുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ, കൈൻഡ്നസ്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആകാശം ഭൂമിക്ക് മീതെ, സോറി ഇവിടെയും കറണ്ട് പോകും. അതെ, ഓക്കെ. അപ്പൊ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ ദയ വലുതാകുന്നു എന്ന് കാണാനായിട്ട് കഴിയുന്നു അല്ലേ. റൈറ്റ്. അപ്പോ കരുണ, ഒന്ന്, ഒരു ക്രൈസിസ് കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാമത്തെ സവിശേഷതയാണ് കരുണയുള്ള വ്യക്തിയായിരിക്കണം. കരുണയോടുള്ള സമീപനം അത് കൗൺസിലിയെ വളരെയധികം
ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ആശ്വാസം പകരുവാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. രണ്ടാമത് ക്രൈസിസ് കൗൺസിലർ ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യത എന്നുള്ളത് ക്ഷമ, പാഷ്യൻസ്, ക്ഷമ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ലൊരു ക്ഷമ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു നല്ലൊരു കൗൺസിലർ ആയിരിക്കാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് ഒരു ക്രൈസിസ് കൗൺസിലിംഗ് കൈകാര്യം ചെയ്യുമ്പോൾ. ക്ഷമയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ശിഷ്യന്മാരോട്? അപ്പോ എന്താണ് ആ ക്ഷമ കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യകത എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ, ഈ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക് ഒത്തിരി പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ക്ഷമയോടെ കേൾക്കാനായിട്ടുള്ള ഒരു പക്വതയും ആത്മനിയന്ത്രണവും ഒരു കൗൺസിലർക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് കരുണ ഉണ്ടായിരിക്കണം. 2, ക്ഷമ ഉള്ള വ്യക്തിയായിരിക്കണം. 3, രഹസ്യ സ്വഭാവം പാലിക്കൽ, കോൺഫിഡൻഷ്യാലിറ്റി എന്ന്. കോൺഫിഡൻഷ്യാലിറ്റി സാറേ ഒന്നും കൂടെ പറയണം. ഓക്കെ. ഏതായിരുന്നു മൂന്നാമത്തെ? പറയാം. രഹസ്യ സ്വഭാവം പാലിക്കൽ എന്നുള്ളതാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയാം. കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യ സ്വഭാവം പാലിക്കൽ. അപ്പോ അതെ, അതായത് കൗൺസിലിങ്ങിന് നമ്മൾ അത്രയും റാപ്പോർട്ട് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ, ആ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ കൗൺസിലറോട് വളരെ ഓപ്പൺ അപ്പ് ആകും അല്ലേ? ഒരുപക്ഷെ പേരൻസിനോടും തൻ്റെ സുഹൃത്തുക്കളോടോ മറ്റ് സഹപാഠികളോടോ പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ കൗൺസിലർ എന്ന നിലയിൽ ആ വ്യക്തിക്ക് ഒരു നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ കൗൺസിലറിനോട് പറയാനുള്ള സാധ്യത. ഓക്കെ, ഹലോ. അതെ, സാറേ പാസ്റ്റർ ഞങ്ങൾക്ക് ജോൺ ഇവിടെ പാസ്റ്റർ മൈക്ക് സൈറൻ ഓണാണ്. അടിക്കുന്നു കുവൈറ്റില്. അയ്യോ, എന്താ കാരണം? അതാണോ? ഇവിടെ വാറല്ലേ? വാറ് ആ, നടന്നോണ്ടിരിക്കുക. അതില്ല. ഓക്കെ ഓക്കെ ഓക്കെ. മിസൈല് അതിപ്പോഴും വീണ ഉണ്ടെങ്കിൽ മാറുന്നില്ല. മിസൈല് വരുമ്പോഴാണ് അടിക്കുന്നത്. മെസ്സേജ് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, എനിവേ നമുക്ക് വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. ആ മെസ്സേജ് വന്നല്ലേ? മിസൈല് വീഴുമ്പോ എങ്ങനെ മെസ്സേജ് വരും? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തോ വളരെ കെയർഫുൾ ആയിരിക്കാനൊക്കെ ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ ഓക്കെ. എനിവേ ദൈവമക്കൾക്കൊന്നും സംഭവിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, വിൽ കണ്ടിന്യൂ. നമ്മൾ ഈ കൗൺസിലറുടെ യോഗ്യതകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1, കരുണയുള്ള വ്യക്തിയായിരിക്കണം. 2, ക്ഷമയോടെ ഉള്ള വ്യക്തിയായിരിക്കണം. 3, രഹസ്യങ്ങൾ അല്ലെങ്കിൽ രഹസ്യ സ്വഭാവം പാലിക്കൽ എന്നുള്ളതാണ്. അത് ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികൾ പലതരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടായിരിക്കാം വരുന്നത്. അവർ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും ഗൗരവതയോടുകൂടെ
രഹസ്യ സ്വഭാവമായിട്ട് പാലിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് കൗൺസിലിങ്ങിനൊരു എത്തിക്സ് ഉണ്ടാകുന്നത്. അപ്പോ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസ്യത, ഇന്റിഗ്രിറ്റി. വിശ്വാസ്യത, കരുണ, ക്ഷമ, രഹസ്യ സ്വഭാവം പാലിക്കൽ, വിശ്വാസ്യത. നമ്പർ 5, ദൈവവചന പരിജ്ഞാനം. ദൈവവചന പരിജ്ഞാനം. ദൈവവചന പരിജ്ഞാനം. നാലാമത്തെ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായി. നാലാമത്തെ പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ട്രസ്റ്റ് വർത്തി സാറേ. നാലാമത്തെ പോയിന്റ് വിശ്വസ്തത. അഞ്ച് വചന പരിജ്ഞാനം. ദൈവവചന പരിജ്ഞാനം അല്ലേ? അതല്ലേ 5? ഓക്കെ, നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ദൈവവചന പരിജ്ഞാനം എന്നുള്ളതിനെ കുറിച്ചാണ്. എഫേസ്യർ 3-ാം അധ്യായം അതിന്റെ 14 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എഫേസ്യർ 3-ാം അധ്യായം 14 മുതൽ ഉള്ള വാക്യങ്ങൾ ഒരാൾക്കൊന്ന് വായിക്കാമോ? എല്ലാവർക്കും വേണ്ടി. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 14 ഓൺവേഴ്സ്. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഇവിടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയാണ്. താൻ കാരാഗ്രഹത്തിലിരിക്കും, കാരാഗ്രഹ ലേഖനങ്ങളാണ്, പ്രിസൺ എപ്പിസ്റ്റൽസ് ആണ്. അപ്പോ ഇവിടെ വായിക്കുന്നത് 17 മുതൽ നാം വായിക്കും. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും അളവും എന്ത് എന്ന സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. അപ്പോ ദൈവവചനം അത് പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ആൾക്കാർക്കൊക്കെ വചനം അറിയാം അല്ലേ? ഇപ്പോ രാഷ്ട്രീയക്കാരൊക്കെ
നമ്മുടെ രാഷ്ട്രീയ നിയമസഭയിലും ഈ പാർലമെന്റിലും ഒക്കെ ബൈബിൾ വെച്ചാണ് അല്ലെ എതിരാളികളെ വീഴ്ത്തുന്നത്. നമ്മളെ വാർത്തകളിലൊക്കെ അത് കേൾക്കുകയാണ് അല്ലേ. എല്ലാവരും വചനം പറയാണ്, പക്ഷേ അത് ഏത് രീതിയിൽ അത് പറയണമെന്നും പരിജ്ഞാനത്തോടെ അത് ഉപയോഗിക്കണമെന്നും മനസ്സിലാണ്. ഓക്കെ, അപ്പോ ഈ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രൈസിസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക് നമ്മൾ അവരെ സ്പിരിച്വലൈസ് ചെയ്യുകയല്ല, പക്ഷെ നമ്മൾ അവരെ ആ വിശ്വാസ്യത നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ ദൈവവചനം പറയുന്നത് അവർ മനസ്സിലാക്കാനും കേൾക്കാനും പരിജ്ഞാനത്തോടുള്ള ദൈവിക വചന ഇടപെടലുകൾ അവർക്കത് പ്രചോദനമായി തീരപ്പെടുവാനായിട്ടും ഇടയാകുമെന്നുള്ളതാണ്. അതാണ് ദൈവവചന പരിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റാണ് പ്രാർത്ഥനാപൂർണമായ ജീവിതം. അപ്പോ കൗൺസിലിയുടെ മുൻപിൽ വെച്ച് അവരുടെ അനുവാദത്തോടുകൂടെ പറഞ്ഞ് കൗൺസിലിംഗ് സെഷൻ പിരിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ച് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുക അല്ലെ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വലിയ പ്രാർത്ഥനയല്ല, അവരെ ആ വാചകങ്ങൾ അവരെ ശ്രദ്ധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വാചകങ്ങൾ അവർ ശ്രദ്ധിക്കുകയും ആ വാചകങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം അല്ലെ. പരീക്ഷനും ചുമക്കാരനും ഒക്കെ പോയി പ്രാർത്ഥിച്ചതുപോലുള്ള അവസ്ഥ ആയിക്കഴിഞ്ഞാൽ അതുവരെ കൗൺസിലിങ്ങിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകുകയും അവര് വളരെ മുറിവോടുകൂടെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പ്രാർത്ഥനാപൂർണമായ ജീവിതം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ആ കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ക്രിസ്തീയ കൗൺസിലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവാണ് നമുക്കത് കൃപ നൽകുന്നത്. വ്യക്തിയെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം എന്നുള്ളത് ആ ടൈമിൽ ദൈവം നമുക്ക് പറഞ്ഞു തരും അല്ലെ. അതിന് പ്രാർത്ഥനാപൂർണമായ ഒരു ജീവിതം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അവസാനമായിട്ട് വിവേകവും ആത്മനിയന്ത്രണവും, മെച്യൂരിറ്റി ആൻഡ് സെൽഫ് കൺട്രോൾ. വിവേകവും ആൻഡ് ആത്മനിയന്ത്രണവും. അപ്പോൾ വളരെ വിവേകത്തോടെ മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യാവൂ അല്ലെ. ഓരോ വ്യക്തിയോടും നമ്മൾ ഇടപെടുമ്പോൾ വളരെ വിവേകത്തോടും പരിജ്ഞാനത്തോടും മാത്രമേ വ്യക്തിയോട് ഇടപെടൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു കൗൺസിലറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒന്ന്, കരുണയുള്ള വ്യക്തിയായിരിക്കണം. രണ്ട്, ക്ഷമയോടെ കേൾക്കാൻ അല്ലെങ്കിൽ ക്ഷമയുള്ള വ്യക്തിയായിരിക്കണം. 3, രഹസ്യ സ്വഭാവം പാലിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. 4, വിശ്വാസ്യത കൈവരിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ വിശ്വാസ്യത. അടുത്ത പോലെ ദൈവവചന പരിജ്ഞാനം, വിശ്വാസ്യത, ദൈവവചന പരിജ്ഞാനം പ്രാപിച്ച വ്യക്തിയായിരിക്കണം. പ്രാർത്ഥനാപൂർണമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അടുത്ത് അവസാനമായിട്ട് വിവേകവും ആത്മനിയന്ത്രണവും വ്യക്തിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കപ്പെടാനായിട്ടിടയായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. ഓക്കെ, ഞാൻ ഈ ക്ലാസ് ഈ നോട്ട് നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരാമെന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നും അതിന് കൂടെ പറ്റുന്നില്ല. ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ടോപ്പിക് കൂടെ, അതായത് ക്രൈസിസ് കൗൺസിലിംഗ് ഇൻ ദി പ്രസന്റ് കോണ്ടെക്സ്റ്റ്, ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ ക്രൈസിസ് കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെടുത്താം എന്നുള്ള ഒരു ടോപ്പിക് കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അടുത്ത ക്ലാസ് കൂടെ ഉപയോഗിച്ചതിന് ശേഷം ആ ക്ലാസ്സിന്റെ നോട്ട് കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അത് ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ ടെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് പഠിച്ചതിന്റെ ഭാഗം ആസ്പദമാക്കിയിട്ട് അങ്ങനെ പരീക്ഷയായിട്ടല്ല. ഓക്കെ, ഓക്കെ. ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.
ഓക്കെ, അപ്പോ ജോൺ പാസ് ഏതോ പറയാനുണ്ടോ എന്തെങ്കിലും? ഇല്ല സാറേ, ഇല്ല. ഓക്കെ, താങ്ക് യു. എന്നാ പാസ്റ്റർ